പ്രശ്നം തീർന്നല്ലേ? ആ മോളെ, നിന്റെ അമ്മയെ സംബന്ധിച്ച ഓർമ്മകളൊന്നും ആരും കവർന്നുകൊണ്ട് പോകാൻ പോകുന്നില്ല. ശാലിനി എന്നെ തല്ലിയതോ സത്യമേ? അത് നീ ശ്യാമയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതുകൊണ്ടല്ലേ? എന്തൊക്കെ ഇവിടെ നടക്കുന്നേ? ഞാൻ ശ്യാമയെ ഉപദ്രവിക്കാൻ നോക്കിയിട്ടില്ല സത്യമേ. ഇത് തന്നെയാ പൊന്നിയും പറയുന്നത്, നിന്റെ സാധനങ്ങളൊന്നും എടുത്തിട്ടില്ലെന്ന്. ഇവിടെ ആരും ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെന്താ പ്രശ്നം? കാർത്തിക ശ്യാമയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ ഞാൻ അവളെ തല്ലിയിട്ടുമില്ല. ഇപ്പൊ തീർന്നല്ല പ്രശ്നം, അല്ലേടെ വിഷ്ണു? ആ, അതെങ്ങനെയാ ശരിയാവുന്നേ? മോളിങ് വന്നേ. ഞാനല്ലേ തല്ലുകൊണ്ടത്? നീ ഇങ്ങ് വാ മോളെ, വാ. അത് മോള് 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 അനാഥാശ്രമത്തിൽ വളർന്നു എന്നല്ലേ പറഞ്ഞത്? അതെ സത്യമേ. അതിനെന്തെങ്കിലും സംശയമുണ്ടോ? ഹേയ്, എനിക്ക് സംശയമൊന്നുമില്ല. പിന്നെ അവിടെ അവിടെ ഈ മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ കൃത്യമായിട്ടുണ്ടായിരുന്നോ? ആ ഉണ്ടായിരുന്നു സത്യമേ. മോളെ, ഈ ശരീരത്തിന്റെ കാര്യം മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഈ മനസ്സിന്റെ. മോളെ, മാനസികാരോഗ്യം, അതാ ഞാൻ ഉദ്ദേശിച്ചത്. സത്യമേ? അല്ല, അടുക്കി പെറുക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ മറ്റൊരാൾ വലിച്ചു വാരിയിട്ടെന്ന് തോന്നുന്നതും ഈ തളർന്നു കിടക്കുന്നയാള് സംസാരിക്കുന്നു എന്ന് തോന്നുന്നതും ഒക്കെ ഈ മാനസിക രോഗത്തിന്റെ ലക്ഷണങ്ങളാ. സത്യമേ, ഞാൻ മോളെ, നമ്മൾ പറയുന്നതൊന്നും മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നില്ലെന്ന് തോന്നും. അങ്ങനെ ചിലപ്പോ അങ്ങനെ വരുമ്പോ ചിലപ്പോ അക്രമവാസന ഉണ്ടാവും. ഇപ്പൊ മോള് കാണിച്ചതുപോലെ. ഇപ്പൊ അല്ല സത്യമേ. മോളെ മോളെ സ്ട്രെയിൻ എടുക്കണ്ട. ഇപ്പൊ ചികിത്സ ഇല്ലാത്ത അസുഖം ഒന്നുമില്ല. മോൾ അല്പം ഒന്ന് ശാന്തയാവ്. ഞാൻ താഴേക്കൊന്ന് ചെല്ലട്ടെ. പിന്നെ മോളെ, അതെ, അസുഖം ഭേദമാവുന്നതുവരെ ആ ശാലിനി ഒന്ന് സൂക്ഷിച്ചോളേ. പോട്ടെ. പൊന്നി അവിടെ നിൽക്ക്. എന്താ കുഞ്ഞെ? ഇവള് ശ്യാമ സംസാരിച്ചു എന്ന് കാർത്തിക പറഞ്ഞത് ശരിയാണോ? പച്ചക്കള്ളോ കുഞ്ഞെ? ആ പെണ്ണിനെന്തോ മാനസിക രോഗം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നേ. ഞാൻ ആ കുട്ടിയുടെ റൂമിൽ ചെല്ലുമ്പോ സാധനങ്ങളൊക്കെ ബെഡിൽ വാരി വലിച്ചിട്ടിരിക്കുകയായിരുന്നു. അത് ചെയ്തത് ഞാനാണെന്ന് പറഞ്ഞ് എന്റെ നേരെ ചാടിക്കടിക്കാൻ വരുമായിരുന്നു. ഞാനല്ലാന്ന് പറഞ്ഞപ്പോ ശ്യാമക്കുഞ്ഞ് പറഞ്ഞിട്ടാന്നും പറഞ്ഞ് ഈ റൂമിലേക്ക് ചവിട്ടിത്തുള്ളി പോരുന്നത് കണ്ടു. അപ്പോഴത്തെ ഭാവം കണ്ടിട്ട് ശ്യാമക്കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യുമെന്ന് പേടിച്ചാ ഞാൻ ഓടി വന്ന് കുഞ്ഞിനോട് വിവരം പറഞ്ഞത്. പൊന്നു പൊയ്ക്കോ. രക്ഷപ്പെട്ടു.
ഒരുപാട് പേടിച്ചെന്ന് കുഞ്ഞേച്ചിക്ക് മനസ്സിലായി. കാർത്തികയ്ക്ക് എന്തോ മാനസിക പ്രശ്നമാ. പക്ഷേ മോള് പേടിക്കണ്ട, കുഞ്ഞേച്ചിയുണ്ട് ഇവിടെ. പൊന്നി പറഞ്ഞത് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല ഞാൻ. കാർത്തികയ്ക്ക് വെറുതെ അങ്ങനെ ഒരു പ്രകോപനം ഉണ്ടാവുമെന്ന് സംശയമുണ്ട്. പക്ഷേ നിന്നെ എനിക്ക് പൂർണ്ണ വിശ്വാസം മോളെ. നിനക്ക് എന്റെ അടുത്ത് നിന്ന് ഒളിക്കാനോ കള്ളം ചെയ്യാനോ കഴിയില്ല. ആ കുറ്റബോധമാ കുഞ്ഞേച്ചി എന്റെ ഹൃദയത്തെ ഇപ്പം മുൾച്ചെടി പോലെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞേച്ചിക്ക് മുന്നിൽ എന്റെ ജീവനും ജീവിതവും എല്ലാം കാത്ത് കുഞ്ഞേച്ചിക്ക് മുന്നിൽ ജീവിതത്തിൽ ആദ്യമായി ഞാൻ കള്ളം കാണിക്കുകയാണ്. കുഞ്ഞേച്ചിയെയും വിഷ്ണുവേട്ടനെയും തമ്മിൽ ഒന്നിപ്പിക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ല കുഞ്ഞേച്ചി. എന്താ എന്തിനാ നീ കരയുന്നേ? നീ ആരെയും പേടിക്കണ്ട. നിന്റെ കൈയും കാലും കണ്ണും ഒക്കെ ആയിട്ട് കുഞ്ഞേച്ചി ഇവിടെ ഉണ്ട്. നീ എന്താടി കാണിച്ചത്? കാര്യങ്ങൾ ഇത്രയായ സ്ഥിതിക്ക് നീ ഉറപ്പിച്ചോ ശാലിനി? കാർത്തിക ഇനി മുതല് വിഷ്ണുവേട്ടന്റെ വ്യാജ ഭാര്യയല്ല, ശരിക്കുള്ള ഭാര്യ. വിഷ്ണുവേട്ടന്റെ ശരിക്കുള്ള ഭാര്യ. അമ്മേ, അമ്മേ, കാർത്തികേ, മനുഷ്യർ തണുത്തിട്ട് വയ്യ. കാർത്തികേ, അമ്മേ, മനുഷ്യന് തണുത്തിട്ടും വയ്യ. അതെ, ആരെങ്കിലും വന്നിട്ട് ആ പുതപ്പൊന്ന് എടുത്തു തരുമോ? കാർത്തികേ, ആരും ഇല്ല ഇവിടെ. അമ്മേ, 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 ഇയാള് ഇവിടെ ഉണ്ടായിരുന്നോ? അതെ, വിളിക്കുന്നുണ്ടോന്ന് നോക്കി പുറത്ത് കാത്തു നിൽക്കുകയായിരുന്നു. എന്നാ പിന്നെ കാത്തു നിൽക്കേണ്ട കാര്യമില്ലല്ലോ, നേരെ കയറി വന്നൂടെ? അതിന് എന്നെ അല്ലല്ലോ വിളിച്ചത്, ഞാൻ വേറെ ഏതോ പേരാ കേട്ടത്. അതിനു മുമ്പ് ഞാൻ അമ്മയെ ഒന്നും വിളിച്ചിരുന്നു, അത് കേട്ടില്ലാന്ന് തോന്നുന്നു. കേൾക്കേണ്ടതൊക്കെ ഞാൻ കേൾക്കും. നെഞ്ചു കയറി നിലവിളിച്ചാലും കേൾക്കാത്ത മറ്റു ചിലരുണ്ട് ഇവിടെ. കേൾക്കാഞ്ഞിട്ടല്ല ശാലിനി, ആ നിലവിളി മാത്രമല്ല, ഇയാളുടെ കണ്ണിലൊരു പൊടി വീണാൽ ഊറി വരുന്ന ഒരു ചെറുനീര് പോലും എന്നൊരു ലാവയായിട്ടൊരുക്കുന്നുണ്ട്.
നിന്നെ ഒന്ന് ചേർത്ത് പിടിച്ച് ഒന്നുമില്ലടോ, ഇതൊക്കെ ഒരു നാടകമാണെന്ന് പറയാൻ 1,000,000 തവണ എൻ്റെ മനസ്സും കയ്യും വെമ്പുന്നുണ്ട്. പക്ഷേ ഇയാളെ കൊണ്ട് സത്യം പറയിക്കാൻ വേറെ വഴിയില്ല എനിക്ക്. ഇപ്പോ എന്താ വേണ്ടത്? പുതപ്പല്ലേ? ആ, കാലിന്റെ വേദന എങ്ങനെയുണ്ട്? ഓ, ഇപ്പോഴെങ്കിലും ചോദിക്കാൻ തോന്നിയല്ലോ. ചോദിക്കാൻ വേറെ ആളുണ്ടല്ലോ. കുറുമ്പൽപ്പം കൂടിയതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ ഇപ്പൊ ഈ വേദന സഹിച്ചിരിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? വേദന കുറവുണ്ടോന്നും പറഞ്ഞില്ലേ? ഇപ്പൊ നല്ല കുറവുണ്ട്. ചില സമയത്ത് എല്ലാ വേദനയും മറക്കാൻ പറ്റുമല്ലോ. അതിങ്ങ് തന്നേക്ക്. വേണ്ട, കിടന്നോ, ഞാൻ പുതപ്പിച്ചു തരാം. പനിയുണ്ടോ? ഈ സമയത്ത് എന്താ പെട്ടെന്ന് തണുക്കാൻ? ആഹാ. അപ്പൊ ആ പ്രണയ ട്രാക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ശാലിനി, പുറമെ ചൂടൊന്നുമില്ല. ഉള്ളെരിയുന്നുണ്ട്. മെഡിസിൻസ് ഒക്കെ കഴിച്ചതല്ലേ? എടുത്തു തരാളും വേണ്ടേ? ആളുള്ളതല്ലേ? ആഗ്രഹിക്കുന്ന ആള്. ആഗ്രഹങ്ങള് മാറിക്കൊണ്ടിരിക്കല്ലേ? ആഗ്രഹമല്ലടോ, വിഗ്രഹം. എന്റെ മനസ്സിൽ എന്നും അത് ഇയാളാ, എന്റെ ശാലിനി. അതെന്റെ മരണം വരെ. ടാബ്ലറ്റ് ആ ഡ്രോയിലുണ്ട്. മുകളിലത്തെ ടാബ്ലറ്റാ. ഇതാണോ? പിണക്കം, പരിഭവം, പ്രണയം, ഇതിന് ശക്തി കൂടും. പക്ഷെ ഇത് വർക്കൗട്ട് ആവാൻ കുറച്ച് കൂടുതൽ സമയം വേണം. പഴയ 90s മോഡൽ.
ഇതിനിപ്പോ എന്താ ചെയ്യാ? ഇത് തന്നെ വഴി. മതി, ഇനി ആവശ്യത്തിന് സമയം കിട്ടിക്കോളും. അയ്യോ, ഫോണിൽ വിളിച്ച എന്ത് ചെയ്യും? ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ആക്കിയ ആരെ വിളിക്കും? വിഷ്ണുട്ടാ, ടാബ്ലറ്റ് കഴിക്കാൻ. അപ്പൊ സ്നേഹമുണ്ട്. ഹോസ്പിറ്റലിലെ നഴ്സുമാർക്കും. ഞാൻ പോവാ. അത് ഇത് തുറക്കുന്നില്ലല്ലോ. അത് തുറന്നു കിടന്നതല്ലേ, അതുവഴിയല്ലേ ഇയാൾ അകത്തേക്ക് വന്ന്. പിന്നെ ഞാൻ എന്താ കള്ളം പറയാണോ? സംശയം ഉണ്ടെങ്കിൽ വന്ന് നോക്ക്. എന്ത് കാണിക്കുന്നേ? മാറി. അല്ല, ഞാൻ നോക്കാം. ഇത് പൂട്ടിയിരിക്കണല്ലോ. അതല്ലേ ഞാനും പറഞ്ഞത്. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? അല്ല, എന്ത് ചെയ്യാനാ? ഫോൺ ചെയ്യാം. രോഹിത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫാ. എന്നാ പിന്നെ ശ്യാമയുടെ നമ്പറിലേക്ക് വിളിക്കും. ശ്യാമ എങ്ങനെ ഫോൺ അറ്റൻഡ് ചെയ്യാനാ? എടോ, ശ്യാമ തളർന്നെടുക്കണെങ്കിൽ ഫോൺ ആക്റ്റീവ് അല്ലേ? രോഹിത്തിന്റെ ഫോൺ വല്ല ചാർജ് തീർന്ന് ഓഫ് ആയതായിരിക്കും. രോഹിത് ശ്യാമയുടെ അടുത്തുണ്ടാവില്ലേ? അപ്പൊ കോള് വരുമ്പോ അറ്റൻഡ് ചെയ്യും. അത് ശരിയാ. അതും സ്വിച്ച് ഓഫാ. എങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും വിളിക്കായിരുന്നില്ലേ? വേറെ ആരെ വിളിക്കാനാ? പിള്ളച്ചേട്ടനും പൊന്നിയും വീട്ടിൽ പോയി. വയ്യാത്ത കാലുമായിട്ട് അച്ഛൻ മുകളിലേക്ക് പടികയറി വന്ന് റൂം തുറക്കും. പിന്നെ ആകെയുള്ളത് സത്യാമ്മയാ. നമ്മള് രണ്ടാളും ഒരു റൂമിൽ പെട്ടുപോയി എന്ന് പറഞ്ഞ് സത്യാമ്മ ഇങ്ങോട്ട് വിളിച്ചു വരുത്താൻ പറ്റുമോ? അതിലും ഭേദം ഈ റൂമിന്റെ ജനലിൽ കൂടി 2ാം നിലയിൽ നിന്ന് താഴെ മുറ്റത്തേക്ക് ചാടുന്നതാ. ഞാനേ ഒന്നുകൂടി നോക്കാം. അതെ, എന്തെങ്കിലും ഒരു വഴി പറയും. വേറെന്താ വഴി? ഇവിടെ കിടന്നുറങ്ങണം. ഇവിടെ കിടന്നുറങ്ങാനോ? ഇവിടെ എന്താ കടുവയുടെ മടയാണോ? അല്ല, ഇവിടെ കിടന്നുറങ്ങാന്ന് വെച്ചാ എന്താ കുഴപ്പം? അല്ല, ഇതിപ്പോ ഏതാ സമയം? എന്ത്? അല്ല, പകലാണോ രാത്രിയാണോ? രാത്രി. ആണല്ലോ. രാത്രി സമയത്ത് സാധാരണ മനുഷ്യന്മാരെന്താ ചെയ്യാ? ഉറങ്ങും.
അങ്ങനെ ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇവിടെ എങ്ങനെ ഉറങ്ങാനാ? സാധാരണ മനുഷ്യന്മാരെങ്ങനെ ഉറങ്ങുക? അതുപോലെ കണ്ണടച്ച് കിടന്ന് ഉറങ്ങണം. കിടന്നുറങ്ങാനോ? അതൊന്നും പറ്റില്ല. നിന്നുറങ്ങുന്ന മനുഷ്യന്മാരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിന്നുറങ്ങണ്ട, എനിക്ക് ഇരുന്നുറങ്ങാൻ അറിയാം. എന്നാൽ ഇയാൾ ഇരുന്നുറങ്ങിക്കോ, ഞാൻ കിടന്നുറങ്ങാൻ പോവാ. മനുഷ്യന്റെ കാലും വേദനിച്ചിട്ടും